ജീവിതത്തിൽ ഞാൻ എന്തിനാണ് എന്ന ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ചില സന്ദർഭങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ടാകാം. എന്നാൽ കൃത്യമായ ലക്ഷ്യബോധത്തോടെ അഥവാ സെൻസ് ഓഫ് പർപ്പസ് ജീവിതം നയിക്കുന്നിടത്ത് ആരോഗ്യകരമായ മനസ്സ് നിലനിർത്താൻ സാധിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാനുള്ള ഒരു യാത്രയാണ്. മേൽപ്പറഞ്ഞ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന രണ്ട് വ്യക്തികളെ വേദപുസ്തകത്തിൽ നിന്നും പരിചയപ്പെടുത്താം: മോശയും എസ്തേറും. മോശ ശാരീരിക വെല്ലുവിളികളുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവവിളിയെ അനുസരിക്കുന്നതിലൂടെ ഒരു വലിയ ജനതയെ അഥവാ ഇസ്രായേൽ ജനതയെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ച് വാഗ്ദത്ത നാടായ കനാനിലേക്ക് നയിക്കുന്ന ഉത്തമനായ ഒരു നേതാവായി പ്രവർത്തിക്കുന്നു. എസ്തേറിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അവൾ ഒരു അനാഥ പെൺകുട്ടിയായി വളർത്തപ്പെട്ടു. സാധാരണക്കാരിയായിരുന്ന ഈ പെൺകുട്ടി രാജ്ഞിയായി ഉയർന്ന് തന്റെ ജനത്തെ വീണ്ടെടുക്കുന്ന വലിയ ദൗത്യം നിർവഹിക്കുന്നു. വേദപുസ്തകത്തിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ ഇത് വിവരിക്കുന്നു. നമുക്ക് ജീവിക്കാൻ ആവശ്യമാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ പോലും, അതായത് സമ്പത്ത്, ആരോഗ്യം, വലിയ പ്രശസ്തി എല്ലാം ഉണ്ടാകുമ്പോഴും നമ്മൾ ജീവിക്കുന്നതിന് ലക്ഷ്യമില്ല എങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വിലപ്പെട്ടതാണ്. നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഒരു നിശ്ചയമുണ്ട്. ലക്ഷ്യബോധത്തോടെ ജീവിതം നയിക്കേണ്ടതിന് നാം അറിയേണ്ട കാര്യങ്ങൾ: 1. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. 2. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയാൻ ദൈവത്തോട് നമുക്ക് അടുപ്പമുണ്ടായിരിക്കണം. മോശ ഒരു സാധാരണ ആട്ടിടയനായിരുന്നു. എന്നാൽ ദൈവത്തോടുള്ള അടുപ്പം ദൈവശബ്ദം കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും ഇടയാക്കി. ദൈവബന്ധം നമ്മളെ നമ്മുടെ പരിമിതികളെ കാണുന്നതിനും ക്രിയാത്മകമായി ജീവിതത്തിന്റെ സാധ്യതകളെ മനസ്സിലാക്കുന്നതിനും അർത്ഥവത്തായി ജീവിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു. 3. ലക്ഷ്യത്തോടെ നയിക്കുന്ന നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും അനുഗ്രഹപ്രദമായി തീരുന്നു. മോശ ദൈവശബ്ദം കേട്ട് തന്റെ ജീവിത ലക്ഷ്യങ്ങളെ ക്രമീകരിച്ചപ്പോൾ ഒരു വലിയ ജനസമൂഹത്തിന് വിമോചകനായി തീർന്നു. എസ്തർ അവളുടെ ജീവിതത്തെ യഥാർത്ഥ ലക്ഷ്യത്തിലൂടെ നയിച്ചപ്പോൾ അവളുടെ ജീവിതം അവളുടെ സമൂഹത്തിന്റെ വിമോചനത്തിന് കാരണമായി തീർന്നു. ദൈവം നമുക്ക് ദാനമായി നൽകിയ ജീവിതം മറ്റുള്ളവർക്കും പ്രകാശം പരത്തുന്നതിനും പ്രയോജനകരമാകുന്നതിനും വേണ്ടിയാണ്. മറ്റുള്ളവർക്കായി ഉപകാരപ്രദമായി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ലക്ഷ്യബോധത്തോടെ ക്രമീകരിക്കണം. ഈ കടന്നു പോകുന്ന ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഒരവസരങ്ങളും പിന്നീട് തിരികെ ലഭിക്കുന്നില്ല എന്ന ചിന്ത നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ചെയ്യുവാൻ ഇടയാക്കട്ടെ. ജീവിതത്തിൽ ലഭ്യമാകുന്ന ഓരോ അവസരങ്ങളെയും ദൈവവിളിയായി കാണുക. നമ്മൾ ഒരു പാഠപുസ്തകമാണെങ്കിൽ നമ്മുടെ എത്ര താളുകൾ മറ്റുള്ളവർക്ക് വായിക്കാൻ കൊള്ളാവുന്നതുണ്ട്. തലമുറകൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു നല്ല മാതൃക ബാക്കി വയ്ക്കുവാൻ നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ ലക്ഷ്യത്തോടെ നയിക്കുക. ലക്ഷ്യബോധം നമ്മളെ ക്രിയാത്മകതയുള്ളവരാക്കും. നമ്മുടെ ജീവിതത്തിൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.